സ്തോത്രം. Greetings in the precious name of our Lord Jesus Christ. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് സങ്കീർത്തനങ്ങൾ അതിൻ്റെ 45-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യമാണ് ഇന്ന് കുറിവാക്യമായി ഞാൻ എടുത്തിരിക്കുന്നത്. 46-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. സ്തോത്രം. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ഇവിടെ അതൊരു ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനും ഗാഡ് ഈസ് ഇൻ ദ മിസ്റ്റ് ഓഫ് ഹെർ, അങ്ങനെ ഒരു ഫെമിനൈൻ രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഷീ ഷാൽ നോട്ട് ബി മൂവ്ഡ്, ഗാഡ് വിൽ ഹെൽപ്പ് ഹെർ വെൻ മോർണിംഗ് ഡോൺസ്. അപ്പം നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ദൈവം അതിന് മധ്യമുണ്ട്. ഗാഡ് ഈസ് ഇൻ ദ മിസ്റ്റ് ഓഫ് ഹെർ. അപ്പം ഇന്ന് മദേഴ്സ് ഡേയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഇത്രയും നേരം ദൈവസന്നിധിയിൽ ആയിരുന്നത്. നമ്മുടെ മാതാക്കൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയതമാശാന പ്രാർത്ഥിച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ മദേഴ്സ് ഉള്ളവർക്ക് ഹല്ലേലൂയ ആ മാതാവിൻ്റെ വില എത്രയാണെന്ന് ശരിക്കും മനസ്സിലാകത്തില്ല. എന്നാൽ മാതാവ് നഷ്ടപ്പെട്ടവർക്ക്, ഹല്ലേലൂയ മാതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടവർക്ക് അവർക്ക് ഓരോ നിമിഷവും അറിയാം ആ മാതാവ് എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മൾ പഠിക്കുന്ന ചില മാതാക്കളെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ഞാൻ വചന ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കറിയാവുന്ന ചില മാതാക്കളെ കുറിച്ചാണ് ഇന്ന് ഞാൻ അറിയിക്കുന്നത്. ഒന്ന്, നമ്പർ 1, എ പ്രോമിസ് ഹോൾഡിംഗ് വുമൺ. ഒരു ഹല്ലേലൂയ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ 25 വർഷം കാത്തിരുന്നതായ ഒരു സഹോദരി. ജെനസിസ് ചാപ്റ്റർ 17 വേഴ്സ് 1 to 8 നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അത് വളരെ കാര്യമായിട്ട് കാണുവാൻ കഴിയും. ഹല്ലേലൂയ ഒരു തലമുറ ഇല്ലാതെ വളരെ ഞെരുങ്ങി, വളരെ ഭാരപ്പെട്ട്, ഹല്ലേലൂയ വളരെ ദുഃഖിച്ച്, വളരെ നിലവിളിയോടുകൂടെ ഹല്ലേലൂയ എനിക്കൊരു തലമുറ ജനിച്ചേ മതിയാകൂ എന്ന് എപ്പോഴും ഹല്ലേലൂയ തൻ്റെ ഹല്ലേലൂയ ഏറ്റവും തന്നെ സ്നേഹിക്കുന്ന അബ്രഹാമിനോട് സാറായി പരാതി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവദൂതന്മാർ താങ്കൾ താമസിച്ചതായ കൂടാരത്തിന്റെ വാതിൽക്കൽ ഹല്ലേലൂയ കടന്നു വന്നു. ദൈവമക്കളെ ഒരു കാര്യം ഓർത്തുകൊള്ളണം. എവരി ഡിസയർ ഓഫ് യുവർ ഹാർട്ട് ഗാഡ് ഓൾവേസ് വാണ്ടഡ് ടു ഫുൾഫിൽ. ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ എന്താഗ്രഹമുണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, നോട്ട് ഓൺലി ഫോർ ദ മദേഴ്സ്, ഓൾ ദ ചിൽഡ്രൻ, ഹല്ലേലൂയ ഓൾ ദ പേരൻസ്, ഓൾ ദ ചർച്ച് മെമ്പേഴ്സ്, ഐ വാണ്ട് ടു എൻകറേജ് യു. എല്ലാവരോടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇഫ് യു ഹാവ് എ ഡിസയർ ഇൻ യുവർ ഹാർട്ട്, ഹല്ലേലൂയ ആരും കണിയാ കാണാതെ ഹല്ലേലൂയ വളരെ വിഷമത്തോടെ സങ്കടത്തോടെ ഹല്ലേലൂയ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം ഞാൻ സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ പറയുന്നു, നിങ്ങളുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ ദൈവം സാധിപ്പിക്കുന്ന മാത്രമല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം ഹല്ലേലൂയ അത് അവരുടെ കൂടാരത്തിന്റെ വാതിൽക്കൽ വന്ന് അത് അബ്രഹാമിനോടും ഹല്ലേലൂയ സാറയോടും ആ വാഗ്ദത്തം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സാറ ചിരിച്ചു. ഹല്ലേലൂയ അബ്രഹാം വിചാരിച്ചു ഞാൻ വയോധികനായി, ഹല്ലേലൂയ എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു. ഹല്ലേലൂയ സാറ ചിരിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ടുഡേ മൈ പോയിന്റ് ഈസ് ഹല്ലേലൂയ she was holding the promise from God 25 years. ഹല്ലേലൂയ 25 വർഷങ്ങളാണ് ദൈവസന്നിധിയിൽ കാത്തിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. if you have a promise from God, don't ever give up. ഹല്ലേലൂയ ദൈവം വാഗ്ദത്തം ചെയ്യുന്നവൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അത് തലമുറ ജനിക്കുന്ന മാത്രം വാഗ്ദത്തമല്ല, തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള വാഗ്ദത്തം, നിന്റെ ഹല്ലേലൂയ സഭയെ കുറിച്ചുള്ള വാഗ്ദത്തം, നിന്റെ ജോലി, നിന്റെ വരുമാനം, നിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള വാഗ്ദത്തം, നിന്റെ ഭാവി വിഷയങ്ങളെ കുറിച്ചുള്ള വാഗ്ദത്തം. ദൈവമക്കളെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, ഹല്ലേലൂയ കുഞ്ഞേ, ഹല്ലേലൂയ every child, every mother, every father, hallelujah, if you are holding on the promise from the Lord, ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ
ഒരിക്കലും തലകുനിക്കേണ്ടി വരികയില്ല. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ക്രൈയിങ് മദർ. ഹല്ലേലൂയ. ഒരു കരയുന്ന മാതാവാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഒരു തുരുത്തി വെള്ളവും ഹല്ലേലൂയ കുറച്ച് അപ്പവും എടുത്ത് തോളിൽ വെച്ചു കൊടുത്തിട്ട് ഹല്ലേലൂയ അബ്രഹാമും സാറയും ഹാഗാനോട് യാത്ര പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ വിചാരിച്ചില്ല മരുഭൂമിയാണ്, ഹല്ലേലൂയ ഇവരെങ്ങനെ ജീവിക്കും എന്നൊന്നും വിചാരിച്ചില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വലിയ ചൂടുള്ളതായ ഹല്ലേലൂയ സമയത്ത് വലിയ മരുഭൂമിയുടെ നടുവിലേക്ക് ഹല്ലേലൂയ ഇറങ്ങിപ്പോയതായ ഹാഗാർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ പിഞ്ചു പൈതലിനെ മാറോട് അടച്ചു പിടിച്ച് ഉടകരാരവക്ഷാലജാരകടന്തലവേരി ഹല്ലേലൂയ പിന്നത്തേതിൽ ഒരു ഹല്ലേലൂയ മുൾച്ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഹല്ലേലൂയ ഈ തലമുറയെ കിടത്തിയിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഒരു വമ്പിൻപാട് ദൂരെ മാറിയിരുന്ന് എന്റെ തലമുറ മരിക്കുന്നത് കാണണ്ട എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നിലവിളിച്ച് കരയുന്ന ഒരു മാതാവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അമേരിക്കയിൽ പാർക്കുന്ന മാതാക്കളെ, പ്രൈസ് ദി ലോർഡ്, അമേരിക്കയിൽ പാർക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, തലമുറയെ കുറിച്ച് നിലവിളിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അമേരിക്കയിൽ മാത്രമല്ല, അത് ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഹല്ലേലൂയ ലോകത്തിന്റെ വിവിധയിടങ്ങളിലായാലും ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ഞാൻ സ്നേഹത്തോട് ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്ന മാതാവേ, ആരാധിക്കുന്ന പിതാവേ, ഹല്ലേലൂയ, വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഹല്ലേലൂയ നിലനിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിന്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം, നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവം, ഹല്ലേലൂയ, നിന്റെ തലമുറ മരിക്കാതെ കാക്കുന്ന ദൈവം, ഹല്ലേലൂയ, അത് മരുഭൂമിയായാലും അവിടെ വെള്ളം ഹല്ലേലൂയ തുറന്നു കൊടുക്കുന്ന ദൈവം, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, നമ്മൾ മാനിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കരയുന്ന മാതാവുണ്ടെങ്കിൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവസനം നിലവിളിക്കുന്ന മാതാവുണ്ടെങ്കിൽ ആ തലമുറ അനുഗ്രഹിക്കപ്പെടും. If you cry at the presence of God, hallelujah, you are expecting, or your child is going to be die, or your child's future is going to die, or your child education is going to die. Hallelujah. Your child is going to be, hallelujah, wipe away from the, hallelujah, in front of your eyes എന്ന് നമ്മൾ ചിന്തിക്കും. നിന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നിന്റെ തലമുറ നഷ്ടപ്പെടും എന്ന് ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കും. എന്നാൽ കരയുവാൻ മനസ്സുണ്ടോ, നിന്റെ തലമുറ ഒരിടത്തും പോകത്തില്ല. ഹല്ലേലൂയ. അത് മരുഭൂമിക്ക് തുല്യമായ പ്രതികൂലമാണെങ്കിലും ഇന്ന് ഞാൻ സ്നേഹത്തോടെ ദൈവാത്മാവിൽ പറയുന്നു, അത് കരയുവാൻ മനസ്സുണ്ടോ, നിലവിളിക്കുവാൻ മനസ്സുണ്ടോ, ഉപവസിക്കുവാൻ മനസ്സുണ്ടോ, ദൈവത്തിൽ കടന്നു വരുവാൻ മനസ്സുണ്ടോ, നിശ്ചയമായും ദൈവം ഹല്ലേലൂയ നിന്റെ തലമുറയെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത മാതാവ് ഹല്ലേലൂയ ജഡ്ജസ് ചാപ്റ്റർ 1-ലും 2-ലും നമുക്ക് കാണുവാൻ കഴിയും. ഒരു ഹന, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥിക്കുന്ന മാതാവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതായ സാറയെ ദൈവം മാനിച്ചു, അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് നിലവിളിച്ച ഹല്ലേലൂയ ഹനയുടെ ഹല്ലേലൂയ കണ്ണുനീരിനെ ദൈവം മാനിച്ചു. ദൈവം മരുഭൂമിയിൽ വെള്ളം തുറന്നു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, 10 പുത്രന്മാർക്ക് തുല്യമായി ഹല്ലേലൂയ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഹാനയുടെ ഹസ്ബൻഡ് എപ്പോഴും ആശ്വസിപ്പിക്കുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ അവൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അവൾ ആലയത്തിലേക്ക് കടന്നു ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇരുന്ന് പിറുപിറുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നിലവിളിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഹാനയുടെ ഹല്ലേലൂയ ഉദരം തുറന്നു. ദൈവസ്ഥല ഉടമ്പടി ചെയ്ത ആ മാതാവ്, സ്തോത്രം, ഹല്ലേലൂയ, ആ തലമുറ ജനിച്ചപ്പോൾ എന്റെ സ്വന്തം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, പൊസസീവായിട്ടിരുന്നില്ല. ദൈവസ്ഥലെടുത്ത തീരുമാനപ്രകാരം ആലയത്തിൽ കൊണ്ടുവന്ന് വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ഇന്ന് പൽക്കാലം ഞാൻ സ്നേഹത്തോടെ ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ഉടമ്പടിയോടെ പ്രാർത്ഥിക്കുന്ന മാതാവേ, നിന്റെ തലമുറ ഹല്ലേലൂയ ഒരുപക്ഷെ എഞ്ചിനീയർ ആയിരിക്കും, ഡോക്ടർ ആയിരിക്കും,
അല്ലെങ്കിൽ വലിയ ബിസിനസ് ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ഏറ്റവും ഉയർന്ന ശമ്പളമുള്ള ലഭിക്കുന്ന ഹല്ലേലൂയ തലമുറയായി മാറിയേക്കാം. എന്നാൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ഓലയോല കരഞ്ഞ് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു മാതാവിന് മാത്രമേ ഹല്ലേലൂയ ഒരു ശമൂവേൽ പ്രവാചകനെ കണ്ട് സന്തോഷിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ തലമുറ അഭിഷേകം പ്രാപിക്കണം, എൻ്റെ തലമുറ ഹല്ലേലൂയ സാക്ഷ്യത്തോടെ നിലനിൽക്കണം, എൻ്റെ തലമുറ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന അനേക മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് സ്നേഹത്തോടെ today morning I want to encourage you, hallelujah, if you are dedicating your child to do the ministry of the Lord, hallelujah, അങ്ങനെ ആലയത്തിൽ ശുശ്രൂഷിക്കുവാനായി തലമുറയെ ഒരുക്കി, തലമുറയെ സൺഡേ സ്കൂളിൽ കൊണ്ടുവന്ന്, തലമുറയെ സഭയിൽ കൊണ്ടുവന്ന്, തലമുറയെ ദൈവസന്നിധിയിൽ ഇരുത്തി, തലമുറ ദൈവത്തിന്റെ വചനം കേട്ട് പഠിച്ച് ഹല്ലേലൂയ ദൈവത്തോടടുത്ത് വന്ന് ദൈവസന്നിധിയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാതാവിന് മാത്രമേ ആ തലമുറ വളരുമ്പോൾ ഹല്ലേലൂയ പ്രവചനത്തോടുകൂടെ, ദൈവിക ആലോചനയോടുകൂടെ, ദൈവിക അള്ളപ്പാടോടുകൂടെ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത് കാണുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Make sure your children hallelujah supposed to be grow in the presence of God. ദൈവസന്നിധിയിൽ വന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന തലമുറ മാത്രമേ ദൈവസന്നിധിയിൽ നിലനിൽക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. Next one, I really wanted to elaborate the last one. Hallelujah. Watching mother. Praise the Lord. Hallelujah. സമയം പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാതാവാണ് റിസ്പ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിളിൽ കാണുന്ന റിസ്പ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാതാവിൻ്റെ ഒരു പ്രത്യേകത ഹല്ലേലൂയ തൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് ഹല്ലേലൂയ ഗിബനൈറ്റ്സ് ഹല്ലേലൂയ ഗിബിയോന്യർ വന്ന് പിടിച്ച സ്തോത്രം ഹല്ലേലൂയ ഒന്നും രണ്ടുമല്ല 7 തലമുറയെ ഹല്ലേലൂയ അത് വലിയ ഹല്ലേലൂയ കാട്ടാട്ടിൻ പാറമേൽ അതിന് നിന്നിരുന്ന വലിയ മരത്തിന്റെ ഹല്ലേലൂയ കൊമ്പിൽ 7 കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ തൂക്കിലിട്ടു. പ്രൈസ് ദി ലോർഡ്. എവരി വൺ ബൈ വൺ 7 കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. അത് ഹല്ലേലൂയ അത് ശൗലിന്റെ ഹല്ലേലൂയ തലമുറ ഒന്നും ശേഷിക്കരുത് എന്ന് പറഞ്ഞ സ്തോത്രം ഹല്ലേലൂയ അത് ഹല്ലേലൂയ തകർത്തു കളയുവാൻ അല്ലെങ്കിൽ മുടിച്ചു കളയുവാൻ എന്നേക്കുമായി ഇല്ലാതെയാക്കുവാൻ അവര് വൈപ്പ് ഔട്ട് ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ച ഒരു കാര്യമാണ്. ഹല്ലേലൂയ. എല്ലാ ബാക്ക്ഗ്രൗണ്ടും പറയുവാൻ സമയമില്ലെന്നാൽ ഹല്ലേലൂയ ഈ മാതാവ് തലമുറയെ തൂക്കിക്കൊന്നു എന്ന് കണ്ടപ്പോൾ ഹല്ലേലൂയ അവള് സ്തോത്രം ഓടിച്ചെന്ന് ഒരു ചാക്കെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവിടെയുള്ള പാറയുടെ മുകളിൽ വിരിച്ച് ഹല്ലേലൂയ 1-2 ദിവസമല്ല. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ കൊയ്ത്ത് കാലത്തിന്റെ ആരംഭമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കൊയ്ത്തുകാലം അവസാനിക്കുന്നവരെ ഏകദേശം 6-7 മാസങ്ങൾ ഹല്ലേലൂയ ആ പാറയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ തൻ്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് ഹല്ലേലൂയ ആ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കഴുകന്മാർ വന്ന് കൊത്തി ഹല്ലേലൂയ മാംസം കൊത്തിയെടുക്കാതെ ഹല്ലേലൂയ കാട്ടുമൃഗങ്ങൾ വന്ന് ഹല്ലേലൂയ അത് കടിച്ചു പറിച്ചു കൊണ്ട് പോകാതെ ഹല്ലേലൂയ അതിനെല്ലാം ആട്ടിപ്പായിക്കുന്ന ഒരു വാച്ചിങ് മദറായിട്ടാണ് ഹല്ലേലൂയ റിസ്പയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിന്റെ ആത്മീയ അർത്ഥം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. You need to hallelujah know the spiritual meaning about what Rizpah was doing. Praise the Lord. ദൈവമക്കളൊരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ തലമുറ വളരുന്ന നല്ലതാണ്, പഠിക്കുന്ന നല്ലതാണ്, ഹല്ലേലൂയ ഉദ്യോഗം ലഭിക്കുന്ന നല്ലതാണ്, വരുമാനം ലഭിക്കുന്ന നല്ലതാണ്. ഹല്ലേലൂയ. എന്നാൽ എല്ലാ മാതാപിതാക്കളോടും ദൈവത്തിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ പറയുന്നു ഹല്ലേലൂയ ഒരു റിസ്പയെ പോലെ രാത്രിയും പകലും ഒരുപോലെ ഹല്ലേലൂയ ഡോണ്ട് ഗിവ് അപ്പ് ഹല്ലേലൂയ ഹല്ലേലൂയ കഴുകന്മാരെ പോലെ നിന്റെ തലമുറയെ നോട്ടമിട്ട് ഹല്ലേലൂയ പറന്നു വന്ന് ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെതായ ഹല്ലേലൂയ ഫ്ലഷ് ഈ ലോകത്തിൻ്റെതായ ശരീരത്തിൻ്റെതായ ആ ഹല്ലേലൂയ ആ കൊഴുപ്പ് അത് കൊത്തിപ്പറിക്കുവാനായിട്ട് വരുന്ന ഹല്ലേലൂയ അന്ധകാര ശക്തിയുണ്ട്, പൈശാചികമായ വ്യാപാരങ്ങളുണ്ട്. അത് രാത്രി യാമങ്ങളിൽ ഹല്ലേലൂയ വലിയ കാട്ടുമൃഗങ്ങൾ പോലെ കടന്നു
വന്ന് കടിച്ചു പറിക്കുവാൻ നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുണ്ട്. എന്നാൽ അതൊക്കെ എതിർത്ത് നിൽക്കുന്നത് കരയുന്ന ഒരു മാതാവാണ്, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്, പാറയിന്മേൽ ഇരുന്ന് രാവും പകലും ഒരുപോലെ ഹല്ലേലൂയ വാച്ച് ചെയ്യുന്ന ഒരു മാതാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. പിഞ്ചു പൈതല്, I know I have a granddaughter. She's so precious. Always she come home, she always sleep on my chest. But remember, you can find the best school, you can find the best academy, you can find the best of the university, you can find, hallelujah, and provide the best of the best, hallelujah, according to your ability. Praise the Lord. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾക്കെല്ലാം കൊടുക്കുവാൻ കഴിയും. ചോദിക്കുന്നതിന് മുമ്പ് വാങ്ങിച്ചു കൊടുക്കും. എന്നാൽ ഹല്ലേലൂയ, എല്ലാ മാതാപിതാക്കളോടും സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു, are you really watching your child? Are you really devoting your time 24/7? 10 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂറല്ലേ 1.5 മണിക്കൂർ ചർച്ച കൊണ്ടുവന്നിരുത്താൻ പറഞ്ഞാൽ ഹല്ലേലൂയ ഇന്ന് മാതാപിതാക്കൾ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സൺഡേ സ്കൂളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പറ്റുന്നില്ല. സ്തോത്രം. അതുപോലെ ബിസി സ്കെഡ്യൂളാണ്. എന്നാൽ ഓർത്തുകൊള്ളണം, ഹല്ലേലൂയ, ഈ കുഞ്ഞുങ്ങളുടെ ഫ്ലഷിന് ഹല്ലേലൂയ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കഴുകന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളെ കടിച്ചു പറിച്ച് ഹല്ലേലൂയ തിന്നുകളയുന്ന, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സ്പിരിച്വൽ മീനിങ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പിശാച് എങ്ങനെയും ഹല്ലേലൂയ അവരുടെ കണ്ണിനെ, ഹല്ലേലൂയ അവരുടെ മൂക്കിനെ, അവരുടെ ചെവിയെ, അവരുടെ ശരീരഭാഗങ്ങളെ ഹല്ലേലൂയ കടിച്ചു പറിച്ച് ഹല്ലേലൂയ എന്നേക്കുമായി ഹല്ലേലൂയ വിരൂപമാക്കുവാൻ ഉള്ള ഹല്ലേലൂയ വലിയ ഹല്ലേലൂയ വലിയ ആക്രമിക്കുവാൻ റെഡിയായിട്ട് നിൽക്കുന്ന അന്ധകാര ശക്തികൾ ഹല്ലേലൂയ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഉണ്ട്. എന്നാൽ ഈ തലമുറയെ ഇന്റർനെറ്റ് ആകുന്ന വലിയ ഹല്ലേലൂയ ആ ശക്തിയിൽ നിന്ന്, ഈ ലോകത്തിന്റെ സോഷ്യലൈസിങ് ഹല്ലേലൂയ മീഡിയയിൽ നിന്ന്, ഈ ലോകത്തിൻ്റെതായ ഹല്ലേലൂയ പൈശാചികമായ വലിയ നെറ്റ്വർക്കിൽ നിന്ന് ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കണമെങ്കിൽ ദൈവവൈതലേ 24 മണിക്കൂറും ഹല്ലേലൂയ 7 days 24 hours എപ്പോഴും നോക്കി, എപ്പോഴും കൈവച്ച, എപ്പോഴും പ്രാർത്ഥിച്ച, എപ്പോഴും ഉപസിച്ച, എപ്പോഴും തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. God Almighty is going to protect your children. Praise the Lord. കുഞ്ഞുങ്ങളെ കുറിച്ചും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. Dear children, I wanted to tell you one thing. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. You know, the biggest key element for every child, or biggest gift every child can give to your parents, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്താണെന്നറിയാമോ? മറ്റ് മെറ്റീരിയലായിട്ട് കാര്യങ്ങളൊന്നുമല്ല. The biggest gift you can give it to every dad and mom, പ്രത്യേകിച്ച് മാതാവിന് കൊടുക്കാനുള്ളത് നിങ്ങളെക്കുറിച്ചുള്ള ആ ഭയം, നിങ്ങളെക്കുറിച്ചുള്ള ആ നിങ്ങളെക്കുറിച്ചുള്ള ഭാരം, നിങ്ങളെക്കുറിച്ച് ഹല്ലേലൂയ ഉള്ള ആ വിഷമം, അത് വരാതെ ഇരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. I wanted to tell you in English, if you wanted to give the best gift for your parents, always remember, you answer the phone call, you tell your parents where you are, and every mother is always worried about when you are driving, when you are working, when you are away from home, hallelujah, whatever you are doing, praise the Lord, make sure your parents should not be worried. Praise the Lord.
അതാണ് ഇന്ന് തലമുറയ്ക്കില്ലാത്തത്. ഈ ലോകത്തിൽ ഉള്ള സകല തലമുറകൾക്കും ഇന്നില്ലാത്തത്. ഹല്ലേലൂയ, ആത്മാർത്ഥത. പ്രൈസ് ദി ലോർഡ്. The real integrity. Praise the Lord. Hallelujah. As soon as they leave from home, praise the Lord, they are disconnecting with the parents. They are hiding things from the parents, and they are going away from hallelujah, all the rules and regulations and the Bible and the teaching and everything. Hallelujah. They always listening to other friends. Hallelujah. Hallelujah. They wanted to please other friends and other people. Praise the Lord. Remember, hallelujah, your mother is worrying about you 24/7. Your hallelujah father is worrying about you 24/7. Praise the Lord. Hallelujah. ഇത്രയും worried ആയിട്ട്, ഇത്രയും fearful ആയിട്ട് ഇരിക്കുന്ന ഒരു മാതാവിൻ്റെ അടുത്ത്, പിതാവിൻ്റെ അടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കും, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? അവരെ വറിയില്ലാതെയാക്കുക, അവരെ ഭയമില്ലാതെയാക്കുക, അവരോട് ഹല്ലേലൂയ കോൺസ്റ്റന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക, അവരോട് കൂടെ ഇരിക്കുവാൻ സമയം കണ്ടെത്തുക. You need to find the time, you need to communicate with them, you need to hallelujah respect them, and you need to hallelujah eliminate all the fear and the worry about you. Hallelujah. Go get the best education, go get the best school, go get the best hallelujah job, go get the best hallelujah income, and hallelujah go get hallelujah the best life partner, and hallelujah that is the way you are giving hallelujah the biggest gift for your parents. Let's worry. Praise the Lord. സ്വത്രമൊന്നും ഇല്ലയോ? കണ്ണുകളെ അടയ്ക്കാം. Are you a real prayer warrior mother? Are you a real watching mother? Are you a really holding promise mother? Are you really dedicating your 24/7 time to watch your children? സ്തോത്രം. എന്നൊരു തീരുമാനമെടുക്കാം. സ്തോത്രം. Dear Heavenly Father, we thank you and praise you for the beautiful Sunday morning. Thank you, Lord, for the beautiful testimonies from Lisa Mama and Jesse and Jesse's sister and Kessia. Thank you, Lord, for the child representation did by Sarah Samuel. Lord, I thank you and praise you for all the mothers, all the children, all the families in this church. Lord, we thank you for your mighty presence with us. Lord, we are dedicating ourselves and we are crying out to you for the lost children out there. കർത്താവേ, ഇന്ന് പൽക്കാലം ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിട്ടും മക്കളും കൊച്ചുമക്കളും ഉണ്ടായിട്ടും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാൻ മനസ്സില്ലാതെ, ഒരുമിച്ചൊരു ഫോൺ കോൾ ചെയ്യാൻ മനസ്സില്ലാതെ, ഒരു സ്നേഹത്തോടു കൂടിയ ഒരു സംസാരം ഇല്ലാതെ ഇരിക്കുന്ന അനേക മാതാപിതാക്കൾ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഉണ്ടല്ലോ. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് തന്ന സകല സന്തോഷത്തിനും സമാധാനത്തിനുമായി സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ, കാവൽ കാക്കുവാൻ, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. ഞങ്ങളുടെ തലമുറയെ, കൊച്ചു തലമുറകളെ എല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് തന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായ സ്തോത്രം. ഇന്ന് പൽക്കാലം ആരാധനയ്ക്ക് കടന്നു വരാൻ കഴിയാതെ സൗത്ത് കരോലൈനയിലായിരിക്കുന്ന പ്രിയ ജോഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് സൂക്ഷിക്കണമേ. ജോലിയിലായിരിക്കുന്ന ജോമനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൂക്ഷിക്കണമേ. ഇന്ന് പൽക്കാലം ലിജുവിനെയും ജിൻസിയെയും ജോണിച്ചാനെ ഒരു പ്രാവശ്യം കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ സഹായിക്കണമേ. ഇന്ന് പൽക്കാലം ആരാധന കടന്നു വരാൻ കഴിയാതെ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, രോഗികളായി വിഷമിക്കുന്നുവെങ്കിൽ കർത്താവർക്ക് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നൽകണമേ.
സ്വർഗമഹത്വം എടുക്കണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ.